അടുത്തതായി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നൗഷാദ് വള്ളിശ്ശേരി അവർ സംസാരിക്കുന്നത് സാധാരണ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. സമാദരണീയനായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ അഭിവന്ദ്യനായ സംസ്ഥാന സെക്രട്ടറി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സത്താർ പന്തല്ലൂർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പറമ്പൻ റഷീദ്, അഡ്വക്കേറ്റ് നജ്മൽ ബാബു, കൊരമ്പയിൽ വേദിയിലെ ബഹുവന്യരായ അനാഥ സംരക്ഷണം മനുഷ്യക്കടത്തോ എന്നതാണ് നമ്മുടെ വിഷയം. ഈ മനുഷ്യക്കടത്ത് എന്ന പദം മലപ്പുറം ജില്ലയുമായും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെടുന്ന പല സന്ദർഭങ്ങളിലും അനാവശ്യത്തിനും എടുത്ത് ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. കാലിക്കറ്റ് എയർപോർട്ടിൽ മനുഷ്യക്കടത്ത് നടക്കുന്നു എന്നാണ് സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഒരിക്കൽ പറഞ്ഞത്. അന്ന് പിന്നെ അച്യുതാനന്ദനായതുകൊണ്ട് ഞങ്ങളതിന് മറുപടി പറഞ്ഞത് എയർപോർട്ട് മനുഷ്യനെ കടത്താൻ തന്നെയാണ്, മരം കടത്താനുള്ളത് കല്ലായില് തെരപ്പം കുത്തിയിട്ട് വേറെ ഞങ്ങൾ ചെയ്യേണ്ടെന്ന്. പക്ഷേ ഇത് എന്താ വെച്ചാൽ ഇത് ഒരുപാട് കുരുടികൾക്ക് കണ്ണ് കിട്ടിയപ്പോ അങ്ങനെയാണല്ലോ, കുരുടിക്ക് കണ്ണുകൊടുക്കാൻ പാടില്ല എന്നാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നമായ രാജ്യമാണ്. പല പാശ്ചാത്യ നിയമത്തിന്റെ ബലത്തിൽ നമ്മളുണ്ടാക്കിയ ഒരുപാട് നിയമങ്ങൾ. നേരത്തെ റഷീദ് പറമ്പനും കൂടെ സൂചിപ്പിച്ചല്ലോ, സാമൂഹ്യക്ഷേമ വകുപ്പ് 2013 നടപ്പിലാക്കിയ നിയമം. ഇന്ത്യ രാജ്യത്ത് ഒരു നിയമം, ജുവൈനൽ ജസ്റ്റിസ് ആക്ട്, അതുപോലെ തന്നെ ഈ അടിമ വ്യാപാരവുമായി ബന്ധപ്പെട്ട അതിന്റെ 5ാമത്തെ അമെന്റ്മെന്റ് 5 അല്ലേ, ആ 5 ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇപ്പോഴ് അത് പാർലമെന്റിന്റെ രേഖകൾ ആർക്കും കിട്ടും, വിവരാവകാശ നിയമപ്രകാരം കൊടുത്താൽ. വീരപ്പ മൊയ്ലിയാണ്. എല്ലാവരും തോറ്റപ്പോഴും അദ്ദേഹം തവണ കർണാടകയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം കേന്ദ്ര നിയമമന്ത്രിയായിരുന്നു. ഡോക്ടർ എം കെ മുനീർ സാഹിബ് ഇന്ത്യയുടെ ഭരണഘടന പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതുകൊണ്ട് വീരപ്പ മൊയ്ലി ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത ആ ഭേദഗതിയെ അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നതാണ് ഒരു പ്രശ്നം. അപ്പോ ഇതിൽ ആഭ്യന്തര വകുപ്പ് വിമർശനത്തിന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രിയപ്പെട്ട ലത്തീഫ് സാഹിബ് പറഞ്ഞത് ഈ വിഷയമുണ്ട്. അപ്പൊ ഞാനത് ടെലിവിഷൻ സ്ക്രീനിൽ നേരിട്ട് കണ്ടതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നമുക്ക് ഏറെ ഇഷ്ടമുള്ള ആളാണ് രമേശ് ചെന്നിത്തല. പക്ഷെ അദ്ദേഹം അന്ന് ഇവർക്ക് അങ്ങനെ അനാഥകളെ സംരക്ഷിക്കണമെങ്കിൽ അവിടെ പോയി സംരക്ഷിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഓരോ കാര്യവും ശ്രദ്ധിക്കുന്ന ആ മുഖത്തേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ആ മുഖം ഇങ്ങനെ കാണുന്നത് ഞാൻ സൂക്ഷിച്ചു നോക്കി. രമേശ് ചെന്നിത്തലയുടെ മുഖം തന്നെ നമ്മൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെയുള്ളൂ, മനസ്സിലേക്ക് ആ മുഖം ഇങ്ങനെ വന്ന് ബാൽ താക്കറയുടെ മുഖമാണ്. മറാഠ ദേശീയവാദത്തിന്റെ കുടുസായ ചിന്ത. മറാഠികൾ മുംബൈയിൽ പുറത്തുനേരം വരരുത്. അവിടെ നമ്മുടെ രാജ്യത്ത് ആർക്കും എവിടെയും യാത്ര ചെയ്യാം, എവിടെയും പഠിക്കാം. എന്റെ അനുജൻ കോയമ്പത്തൂരിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ അവനെ ചേർക്കാൻ വേണ്ടി അവിടെ പോയപ്പോ എന്റെ കയ്യിൽ ഒരു രേഖയില്ല, അവൻ എന്റെ അനുജനാണെന്ന് തെളിയിക്കാനുള്ള ഒരു DNA ടെസ്റ്റിന്റെയാണ്. മനുഷ്യൻ നിയമത്തിലാണ്. ഈ അടുത്ത് കിൻഫ്രയുടെ ഒരു സ്ഥാപനത്തിൽ 2 തൊഴിലാളികളെ പിരിച്ചുവിട്ടു.
ഈ നിയമത്തിന്റെ തലനാരിഴ കീറിയിട്ട് അല്ലേ, തലനാരേഴായി കീറിയിട്ട് പറഞ്ഞ മാതിരി നിയമത്തിന്റെ തലനാരിഴ ഏഴായി കീറിയിട്ട് അതിന്റെ മുന്നിൽ കസാര വലിച്ചിട്ടിട്ട് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നവർക്ക് കുറിച്ച് പറയുമ്പോ ഞാൻ ആ സംഭവം പറയും. കിൻഫ്രയിലെ ഗാർഡനർമാരായ 2 ഉദ്യോഗസ്ഥന്മാരെ ജോലിക്കാരെ പിരിച്ചു. അവരുടെ ഡ്യൂട്ടി എന്താ വെച്ചാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അവിടുത്തെ തോട്ടം നനക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ അവിടെ നിയമിച്ചത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കർക്കിടക മാസത്തിൽ ഒരു ദിവസം പോലും ഒരു തോട്ടം നനച്ചില്ല. നിയമത്തിന്റെ ഈ ഫയല് 1 ഫീറ്റ് ഉയരത്തിൽ ഈ ഫയല് താഴെ അങ്ങോട്ട് എഴുതിയിട്ട് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാ സംഗതിക്കും പോയി. ഇതിനൊക്കെ ഓരോ നൂലമാലകളല്ലേ, കുറെ കമ്മിറ്റികൾ അതൊക്കെ പറഞ്ഞല്ലോ. ഇത് എവിടെ പോയി വന്നാലും ഇവൻ ഡ്യൂട്ടി ചെയ്തിട്ടില്ലല്ലോ. ഇവനെ സർവീസ് തിരിച്ചെടുക്കാൻ പറ്റും. 1 മാസമായിട്ട് ഡ്യൂട്ടി ചെയ്യാതെ ശമ്പളം വാങ്ങും. അപ്പൊ എന്തിനാ നനക്കണത്? ചെടി അടക്കം വെള്ളത്തിലാണ് കർക്കിടത്തിലെ. ചിന്നിയും പാറിയും കലവീല കൂട്ടിയും തോരാത്ത പേമാരി പെയ്തിടുന്നു എന്ന് കവി പാടിയ കള്ളക്കർക്കിടത്തിൽ ബന്ധേതില്ല. ഇതിനകത്താണ് നിയമം എന്ന് പറഞ്ഞു. അതിനാണ് നിയമപാലകർ. നിയമം പലപ്പോഴും വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുക. നിയമം മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഒരു കൊട്ട തേങ്ങയാക്കാൻ നിയമം നടത്താം. ഒരു കൊട്ട തേങ്ങ രണ്ടും ഒന്നല്ലേ അല്ലേ? പക്ഷെ ഒന്നൊരു കൊട്ട തേങ്ങയാണ്, ഒന്നൊരു കൊട്ട തേങ്ങ. നിയമം അത് മനുഷ്യപ്പറ്റുള്ള ആളുകൾ ന്യായാധിപന്മാരായിട്ടിരിക്കണം, അത് കൈകാര്യം ചെയ്യണം. പിന്നെ അതിനുള്ള വിൽ പവർ വേണം, അത് നടപ്പിലാക്കണം. ഇത് സത്യമാണെന്ന് തോന്നിയാൽ സത്യവും നിയമവും തമ്മിൽ പലപ്പോഴും അല്ലേ, കർക്കിടക മാസത്തിൽ ചെടി നനക്കാത്തത് അല്ലേ, അതിലെ സത്യസന്ധതയും നിയമവും തമ്മിൽ എന്താവില്ല. അപ്പൊ നിയമം നടപ്പിലാക്കുന്നവന്റെ മനസ്സ്, അവന്റെ മനോഭാവം, അവന്റെ ആർജവക്കതില് പ്രശ്നമുണ്ട്. അതൊക്കെ അവിടെ വിഷയമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ നോക്കി യത്തീംഖാന നടത്തുന്ന പോലെ എത്ര സാധുക്കളാണ്. നിഷ്കളങ്കതയുടെ ഹെഡ് ഓഫീസാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ? 24-ാം തീയതി കുറച്ച് കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇറക്കിയപ്പോ പിടിച്ചു. 24-ാം തീയതി ഇവരവിടുന്ന് മാറി. ഒക്കെ ശരിയാണ്, ഓല് മാറിയത് ഇവരെ നിഷ്കളങ്കത കൊണ്ടാണെന്ന് അവിടെ ഇരിക്കണം മനസ്സിലാക്കണ്ടേ. ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് സിമന്റ് തറയിലിട്ടിട്ട് പീഡിപ്പിച്ചിട്ട് അതിന് ന്യായം പ്രസംഗിക്കലല്ലോ. പിറ്റേ ദിവസം 25-ാം തീയതി അതേ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇറക്കിയാണ്. നിങ്ങളൊരു പൂച്ച ചൂടുവെള്ളത്തിൽ ചാടി പിന്നെ പച്ചളം കണ്ട പൂച്ച വൈക്ക് വരൂല. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് യത്തീംഖാന്റെ ബസ്സിൽ കൊണ്ടുപോകണ്ട എന്തുണ്ടെങ്കിൽ. അപ്പൊ അത്ര നിഷ്കളങ്കരാണ് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പാവങ്ങൾ പിന്നെയും കൊണ്ടുപോയിട്ട് വില മുമ്പ് ഇതാ ഈ കുട്ടികളെ പിടിച്ചിട്ടോളി എന്ന് പറഞ്ഞിട്ട് ഇല്ലേ. പിന്നെ ഇപ്പൊ ഇവർ പറയണത് എന്താണ്? ഞാൻ ഇത് പുറത്തു കൊണ്ടുവന്ന ഇതിന്റെ പിന്നിൽ കൂടിയ മാധ്യമ പ്രവർത്തനം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങളിത് ചെയ്യരുത്. 2ാമത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പേരിൽ CHന്റെ വിയർപ്പാണ് ആ യൂണിവേഴ്സിറ്റി. കേരളം ഉണ്ടായത് ആദ്യത്തെ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല. 57 കേരളം ഉണ്ടായി. ജോസഫ് മുണ്ടശ്ശേരിയും മലബാറുകാരനായ PP ഉമ്മർകോയും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടും ട്രാവങ്കൂർ സർവകലാശാലയിൽ കേരള യൂണിവേഴ്സിറ്റി എന്ന് ബോർഡ് വെക്കല്ലാതെ കേരളത്തിൽ ആദ്യത്തെ സർവകലാശാല ഉണ്ടായത് സപ്തമുന്നണിയിൽ CHന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അവിടെ CH ചെയറിന് CH എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിന്റെ ഭൂമി ഇങ്ങോട്ട് എടുക്കാൻ പറ്റൂല. റോഡിൽ നമ്മൾ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ട് അല്ലെ രാജീവ് ഗാന്ധി സ്മാരകം എന്നിട്ടാൽ അത് രാജീവ് ഗാന്ധി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അതിനൊന്നും കിട്ടൂല. ഞാൻ രാജീവ് ഗാന്ധിയുടെ പേരിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നുള്ള ആത്മനിർവൃതി അതിന്റെ പ്രവർത്തകർക്ക് ഉണ്ടാവുള്ളൂ. എന്ന പോലെ CHന്റെ പേരിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയാൽ അത് ആ പാർട്ടിക്കാർക്കും കിട്ടൂല. പക്ഷെ അതിനെ വാർത്തയാക്കിയിട്ട് ഇത് വാർത്തയിലാണ് വന്നുള്ള സംഗതി തരങ്ങൾ വലിയ ബഹളം ഉണ്ടാക്കണവനെ, ഒച്ച ഉണ്ടാക്കണവന്റെ കൂടെ നിൽക്കാം. പിന്നെ പൊതുസമൂഹം എനിക്ക് മനസ്സിലായില്ല. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പളുങ്കൂസ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ വലിയ ആളുകളാകാൻ വേണ്ടിയിട്ട് ഇവരെന്താണോ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി എന്താ വെച്ചാൽ നമുക്കെതിരായിട്ട് ആരെന്താ പറയണോ അവന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് വലിയ മാന്യതയും സംഗതി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി. അങ്ങനെ കുറെ ആ മീഡിയയുടെ ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലും ബുദ്ധിപരമായി പ്രവർത്തിച്ചത്. എന്താ പോലെ ആരോപണം? കുട്ടികൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, രക്ഷിതാക്കൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പൈസ കൊടുത്ത പീഡനം, പണം കൊടുത്ത പീഡനം ആണോ? ഏജന്റിന് പണം കൊടുത്തു, ആയിക്കോട്ടെ കൊടുത്തു, അത് പീഡനമാണോ? ഇതിലെന്താണ്? പിന്നെ ലത്തീഫ് സാഹിബ് നമ്മുടെ പാസ്പോർട്ട് കേസിൽ മലപ്പുറത്ത് പ്രസംഗിച്ചപ്പോ SP ഓഫീസിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞ പോലെ ഇതിന്റെ ഉദ്ദേശം കുറ്റം ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ലല്ലോ. ഞാനതിന്റെ ടെക്നിക്കൽ വേർഡ് എനിക്ക് അറിയാത്തോണ്ടല്ലോ, ഞാൻ പറയേണ്ട ആളല്ലല്ലോ എന്നുള്ളത്, അത് വക്കീലന്മാരല്ല പറയുന്നത്. അത് ഈ ഉദ്ദേശത്തോടു കൂടിയല്ലല്ലോ ചെയ്തത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. എന്നിട്ട് മതപരിവർത്തനം നടത്താൻ എവിടെ? ജാർഖണ്ഡിലെ മുസ്ലിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പിന്നെ മുസ്ലിമാക്കി. ലോകത്ത് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ് ഒരാൾ മുസ്ലിമാക്കുക എന്നുള്ളത്. മുസ്ലിമാണെങ്കിൽ എന്ത് ചെയ്യണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹീദ യഷ്ഹദു അഷ്ഹദ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് മനസ്സിലെ. ഒരാൾ മനസ്സിൽ ഓനെ കൊണ്ട് എങ്ങനെ നിർബന്ധിപ്പിച്ച് സാക്ഷ്യം വഹിപ്പിക്കാൻ കഴിയും?
കഴിയില്ല. കഴിയോ? ലാ ഇക്റാഹ ഫിദ്ദീൻ, അതിന് നിർബന്ധമില്ല. അത് നിർബന്ധിച്ചിട്ട് ഒരിക്കലും ഒരാളെ മുസ്ലിമാക്കാൻ കഴിയും. അവൻ മനസ്സിലും അള്ളാഹുവിന്റെ ഏകത്വത്തിന് വേണ്ടി സാക്ഷി വഹിക്കണം. പിന്നെ വേറൊന്ന് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അതിന്റെ വ്യക്തിപരമായ റിക്വസ്റ്റ് ആണെന്ന് തന്നെ മനസ്സിലാക്കണം. എന്താ വെച്ചാൽ കേരളത്തിലേക്ക് ഒരുപാട് കുട്ടികൾ അന്യസംസ്ഥാനം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല കേട്ടോ. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത അല്ലെ, ഇന്റഗ്രിറ്റി എന്നൊക്കെ പറഞ്ഞ പിന്നെ അന്യസംസ്ഥാനമുണ്ടോ? അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെ, നമ്മളൊക്കെ ഒന്നല്ലേ, ഇന്ത്യക്കാരല്ലേ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ ബാൽ താക്കറെയാണ് ഇന്ത്യയിൽ ഇതിന് മുമ്പ് പറഞ്ഞത്. ആ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പഠിച്ച കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ അവർ ഏത് മതത്തിലായിരുന്നുവെന്നും പഠിച്ചു കഴിഞ്ഞു പോയപ്പോൾ ആരൊക്കെ വേറെ മതത്തിലായി പോയി എന്നതിനെക്കുറിച്ചും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അടിയന്തരമായി ഒരു അന്വേഷണം നടത്തിയിട്ട് ഒരു ധവളപത്രം ഇറക്കി പുറത്തു വിടണം. അപ്പൊ മനസ്സിലാവും എന്താ നടക്കുന്നത്. ധൈര്യം ഉണ്ടാവില്ല, അതിന് ധൈര്യം ഉണ്ടാവില്ല പലതുമലും തൊടാൻ അല്ലേ. സപ്ന സിംഗിനെ അടിച്ചു കേരളത്തിലൊരു സ്ഥാപനത്തിൽ മനുഷ്യാവകാശത്തിന്റെ ഗിരിപ്രഭാഷണം നടത്തുന്നവരെവിടെയായിരുന്നു? അവിടെ തന്റെ യൗവനം മുഴുവൻ അവിടെ ചെലവഴിച്ച വിശദമായൊരു പുസ്തകം എഴുതി. കേരളത്തിലെ കൈരളി പീപ്പിൾസ് ചാനൽ അവരുടെ അഭിമുഖം പുറത്തുവിട്ടു. ഇതൊരു പരാതിയില്ലല്ലോ. ഞങ്ങളെ കടത്തിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് പരാതി ഉണ്ടോ? ഇല്ല. രക്ഷിതാക്കൾക്ക് പരാതി ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ഇല്ല. ഇവരൊക്കെ അങ്ങോട്ട് പോയി കേസെടുക്കണം. ഇത് ഇങ്ങനെ വ്യക്തമായി പകൽ വെളിച്ചം പോലെ പറഞ്ഞിട്ടും എന്തില്ല, ഒരു കേസെടുക്കണില്ല. അപ്പൊ ഇതിലെന്തോ സംതിങ് പ്രശ്നമുണ്ടല്ലേ? ഉണ്ട്, നമുക്ക് മനസ്സിലാവും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വേറെ നിലക്ക് ചിന്തിക്കരുത് കേട്ടോ. ഇങ്ങനെ ഒരു സമൂഹത്തെ 19 കോടി വരുന്ന ഒരു ജനതയെ ഇങ്ങനെ ഒരു പ്രത്യേക കണ്ണോടുകൂടി കണ്ടുപോവുകയാണെങ്കിൽ എങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവും? എങ്ങനെ ഇവരെ മുഴുവൻ ഈ രാജ്യത്തിന്റെ നിയമം ഞങ്ങൾക്കെതിരാണ്, ഈ രാജ്യത്തിലെ പോലീസ് നമ്മൾക്കെതിരാണ്, അത് രാജ്യദ്രോഹപരമായ നിലപാട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വലിയ വിവാദം ഉണ്ടായല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അബ്ദുസലാം, എനിക്കൊരു താല്പര്യമില്ലാത്ത ആളെ ഞങ്ങൾ വിചാരിക്കണം, ഞങ്ങളെ ന്യായീകരിക്കാൻ. അദ്ദേഹം 2 ശമ്പളം വാങ്ങുന്നു പറഞ്ഞ ഭയങ്കര വിവാദം ഇങ്ങനെ കത്തിപ്പെടുമ്പോൾ ഒരു ദിവസം ഡോക്ടർ അബ്ദുസലാം പറഞ്ഞു അത് ഡോക്ടർ KKN കുറുപ്പും PC ആപ്പ് വാങ്ങിയിരുന്നു, അടക്കണം. പിന്നെ വിവാദം എന്തായാലും നമ്മൾ മനസ്സിലാക്കണ്ടേ? അങ്ങനെ ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാൻ, ഞാനൊരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ, ഞങ്ങളിപ്പോൾ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച സർക്കുലർ പ്രകാരം അവിടെ കുട്ടികളെ ചേർക്കണമെങ്കിൽ എന്ത് വേണം? ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വന്നാൽ കുട്ടിനേറ്റ് വരും. ഞാനാണ് രക്ഷിതാവ് എന്ന് പറയും. നമുക്ക് അതിന് തെളിവൊന്നുമില്ലല്ലോ, സ്കൂളിൽ ലാബില്ലല്ലോ. DNA ടെസ്റ്റ് നടത്തി നിങ്ങൾ അമ്മയാണോ അച്ഛനാണോ നോക്കാൻ ഉണ്ടോ? ഇവരീ പറഞ്ഞ കണക്കിന് അതൊക്കെ വേണ്ടി വരും അല്ലേ? ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു സാധനം ഇട്ടുണ്ട്, നല്ല രസമാണ്. മനുഷ്യക്കടത്തിന് കുഞ്ഞാമാക്കാൻ അറസ്റ്റ് ചെയ്തു. അപ്പൊ കുഞ്ഞാമാക്കൊക്കെ എന്താ പണി അറിയാം? ഭാരതപ്പുഴയിൽ തോണി നടത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ. പ്രായപൂർത്തിയാത്ത കുട്ടികളെ വരെ അയാൾ കടത്തുന്നുണ്ട്. നാളെ ഒരു കുഞ്ഞാമാക്കാക്ക് ജാമ്യം എടുക്കാൻ നമ്മൾ ചെല്ലേണ്ടി വരും. എന്റെ സ്കൂളിൽ കുട്ടികളെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ചോദിച്ചു. എന്താ അതെന്ന് തന്നെ അറിയില്ല പലർക്കും, രക്ഷിതാക്കൾക്ക്. അങ്ങനെ അറിയാത്തോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും 15 ദിവസം കൊണ്ട് കൊണ്ടുവന്നാൽ മതി. ആർജവമുള്ള ഒരു ഗവൺമെന്റ് ആരോ ആയിക്കോട്ടെ, നമ്മളൊക്കെ ഗവൺമെന്റ് ഭാഗത്തിന് ആർജവമുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് അറിയാം ഇതിൽ ഈ കുട്ടികൾ അവയവദാനത്തിന്, അവയവ ബിസിനസിനല്ല, ലൈംഗിക പീഡനത്തിനല്ല, ഇവരതിനൊന്നുമല്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും നടന്നാൽ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ തിരുത്താനാണ് രാഷ്ട്രീയ നേതൃത്വം. അല്ലെങ്കിൽ എന്തിനാ നമുക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നേതൃത്വമൊക്കെ? ഉദ്യോഗസ്ഥന്മാർ ഭരിച്ചാൽ പോരെ? ഉദ്യോഗസ്ഥന്മാർ നിയമം മനുഷ്യനെതിരായി വന്നാൽ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് നിയമം. ആഭ്യന്തരമന്ത്രി പറഞ്ഞു നിയമത്തിന്റെ വഴിക്ക് പോകും. ഞങ്ങൾ പറയുന്നു നിയമത്തിന്റെ വഴിക്ക് പോയിട്ടില്ല. നിയമം വേലി ചാടിയിട്ട് വേറെ വഴിക്ക പോയത്. ആ വേലി ചാടി നിയമം വേറെ വഴിക്ക് പോകുമ്പോൾ നിയമത്തിനെ പിടിച്ചിട്ടേ നിയമത്തിന്റെ വഴിയിലേക്ക് ഈ നിയമമൊക്കെ ഉണ്ടാക്കി മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഇവരെ കൊണ്ടുപോകാൻ അനാഥാലയത്തിൽ ചെന്നതിന് ശേഷം അവരോട് വേണ്ട രേഖകൾ ആവശ്യപ്പെടാൻ വേണ്ടി കൊണ്ടുവരാൻ ഹാജരാക്കാൻ സമയം കൊടുക്കാലോ. ഈ അനാഥാലയങ്ങൾക്ക് അവിടുന്ന് ഒന്നായിട്ട് എടുത്തിട്ട് എങ്ങോട്ടും പോകാൻ കഴിയുമോ? പുറത്തു പോകാം. ഇവിടെ ഈ പാലക്കാട്ട് സിമന്റ് തറയിൽ കൊണ്ടുപോയിട്ട് പല കുട്ടികൾക്കും പനിയും പ്രയാസമൊക്കെയാണ്. ട്രെയിനിന് ടിക്കറ്റ് എടുത്തില്ല എന്നുള്ളതാണ് വലിയൊരു. അങ്ങനെ നിയമം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ നിയമം നോക്കുന്നവരോട് ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ ഞാൻ പോരുമ്പോൾ ഒരു മിനി ബസിന്റെ വിലങ്ങത്തിലുണ്ട്, ഫുൾ ആളായില്ല. 22 ആളാണ് ജുമൽ ബാബു മിനി ബസ്സിൽ കയറാൻ പാടുള്ള നിയമം. 23ാമത്തെ ആൾ കയറാൻ നിയമം. നിങ്ങൾ വലിയ വർത്തമാനം പറഞ്ഞ ആളുകളുണ്ടല്ലോ, നിങ്ങൾ എന്താണ് ആ ബസ് മലയാളിന്റെ ഇരുന്ന് പകിട വാങ്ങിയിട്ട് ഉദ്യോഗസ്ഥന്മാർ? നമുക്കറിയില്ല. 54 ആളെ വലിയ ബസ് കയറാൻ പാടുള്ളൂ. സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞിട്ട്
4 ആളെ നിൽക്കാൻ പാടില്ല, 5ാമത്തെ ആൾ നിന്നാ ബസ് പോകാൻ പാടില്ല. അവിടെ വെക്കണത് ഋഷിരാജ് സിംഗിനെ പോലെയുള്ള മഹാനായ ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മുകളിൽ ഈ വലിയ ഇത് പറഞ്ഞല്ലോ, എന്താരും ചെയ്യാത്ത അതെന്താണ്? നിയമം മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതിനിപ്പോ ഒരു 10 ആൾ നിന്നാൽ ഒരു കോഴിക്കോട്ടേക്ക് എത്തിക്കോട്ടെ വിചാരിച്ചിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ബസ് ഇതിലെ പോകുമോ? 22ാമത്തെ ആൾ മിനി ബസ് കയറാൻ പാടില്ല. 5ാമത്തെ ആൾ വലിയ ബസ് കയറാൻ പാടില്ല. 55 ആളുണ്ടാവുള്ളൂ. സീറ്റിംഗ് കപ്പാസിറ്റി അതിന് 4 ആളെ നിൽക്കുള്ളൂ അല്ലേ? തിങ്ങി നിരങ്ങിയാണ് നിൽക്കല്ലേ ബസ്സില്? തിങ്ങി നിരങ്ങിയാണ് നിൽക്കുക. നമ്മളൊന്ന് ഇടങ്ങേറായിട്ട് പുറത്ത് ചൊറിയുമ്പോ മാന്തിയാൽ അടുത്തുള്ളവന്റെ ചൊറി അല്ലേ? എന്താ ചൊറിഞ്ഞിട്ട് ചൊറി പോകാത്ത നിൽക്കുമ്പോഴാണ് അവനാന്റെ പുറം ചൊറിയണമെന്ന് അപ്പുറത്തുള്ളവർ പറയാം. ആ ജാതി തിരക്കേക്കാരും. പക്ഷെ എന്താ കേസെടുക്കാത്തത്? അതെന്താണ്? അത് മനുഷ്യനെ കുത്തി നിറച്ച് ഇടങ്ങേറാക്കി അവനെ കോഴിക്കോട് വരെ കൊണ്ടുപോയി പീഡിപ്പിക്കാനല്ല കൊണ്ടുപോകണമെന്ന് ആർക്കറിയാം? ഉദ്യോഗസ്ഥൻ ആ പഴയനെ പെടി അതന്നെയാണ് പെടി. ബസ്സിൽ ആളുകളെ ഇവർ ഈ വ്യാഖ്യാനിച്ചതുപോലെ, ഈ കുറെ കണ്ണ് കിട്ടിയ കുരുടികൾ വ്യാഖ്യാനിച്ചതുപോലെയാണെങ്കിൽ ഈ ബസ്സിൽ 80 85 ആളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നതിനാണ് അവരെ പീഡിപ്പിച്ച് അവർക്ക് ആസ്തമ രോഗമുണ്ടാക്കി അല്ലെ? അവരുടെ ശ്വസനനാളികളൊക്കെ പ്രയാസപ്പെടുത്തി അതിൽ രോഗികളായവരുണ്ട്. അവൻ തുമ്പുമ്പോൾ ആ തുമ്മലിലൂടെ വരുന്ന രോഗാണുക്കളെ മറ്റവന്റെ ശരീരത്തിൽ കയറ്റാൻ ഈ ബസ് ഉടമയും ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും കൂടി ഗൂഢാലോചന നടത്തി നിയമത്തിനെ പറ്റി വിവരം വേണ്ടേ എന്ന് പറഞ്ഞു അവനെ ശിക്ഷിക്കുമോ? എന്തുകൊണ്ടാണ്? അവിടെ ലത്തീഫ് സാഹിബ് പറഞ്ഞതുപോലെ അവിടെ അവന്റെ ഉദ്ദേശം അതല്ല, ഇവിടെ ഉദ്ദേശം അതല്ല. അതാ പറഞ്ഞത്, നിയമം മനുഷ്യനാണ്, മനുഷ്യനെ പറ്റിയുള്ള അസാലിക്ക് കുത്തർക്കണം എന്ന് പറഞ്ഞു. നിയമത്തിന് വേണ്ടിയിട്ടല്ല, മനുഷ്യന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിയമം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ കൊണ്ടുവന്ന എല്ലാവർക്കും അറിയാം. അതിലൊരു കുഞ്ഞു പറഞ്ഞ് എന്തൊക്കെയാണെങ്കിലും ഈ കൂലികെട്ടിനിടയിൽ ഒരു ചെറിയ രജരേഖ നമ്മൾ കണ്ടുള്ളത് തുറന്നു പറയണല്ലോ, റിപ്പോർട്ടർ ചാനലിന്റെ അടയാളം എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതിലൊരു കുഞ്ഞു പറയാം, ജീവിതത്തിൽ ചെരുപ്പ് കാണുന്നു ഇവിടെ വന്നപ്പോഴാണ്. ചെരുപ്പ് ആ കുട്ടി കണ്ടിട്ടില്ല. അവര് പറയാണ്, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള സ്വപ്നമായി കണ്ട് മരിച്ചുപോയ 2 ചേട്ടന്മാരുണ്ട്. ആ കുട്ടിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാന്നുള്ളത്. ഞാൻ LP സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. കുട്ടികൾ വാവിട്ട് നിലവിളിക്കുമ്പോ കഞ്ഞിവെക്കാൻ അരിയില്ലായിട്ട് ഒരു ഉമ്മ പച്ചവെള്ളം തിളപ്പിച്ചിട്ട് അതിൽ തവിയിട്ടിളക്കാൻ ഒരു കലം പോലുമില്ലാത്ത കുടുംബത്തിന് ഇന്നലകളിൽ രാജ്യം ഭരിച്ച കുബേരന്മാരായിരുന്നു. ഇന്നവര് എച്ചിൽ പട്ടികളോടൊപ്പം ഒരു നേരത്തെ ചാക്കരി വെന്ത വെള്ളത്തിന് വേണ്ടി കടിപിടി കൂടാ. ഓലിങ്ങോട്ട് വന്ന് പഠിച്ച ഡോക്ടറാവാനല്ല, എഞ്ചിനീയർ ആവാനല്ല, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വന്നതാ. അന്നത്തിന് വേണ്ടി ദൈവത്തിന്റെ സ്വന്തം നാട് നെല്ലി വെച്ചിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഞെളിഞ്ഞു നടന്നാൽ മതിയോ? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഒരു നേരത്തെ അന്നം കിട്ടുവാൻ ആ ട്രെയിൻ കേരളത്തിന്റെ അതിർത്തി കടന്നപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ രേഖയില്ലാത്ത കുട്ടിയും മറ്റോന്റെ ഒപ്പം വന്നു ഓന്റെ അനുജന, ഓന്റെ അയൽവാസി, ഓന്റെ അളാപ്പാന്റെ കുട്ടിയാണ്. ഇവരെ പീഡിപ്പിക്കാൻ കൊടുന്നല്ല. ആ കുഞ്ഞിനോട് ചോദിച്ചിട്ടുണ്ടാവില്ലേ കഞ്ഞി കിട്ടുന്ന സ്ഥലത്തെയോ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തോ? അപ്പോഴാണ് ഇവർ പിടിച്ചുകൊണ്ടേറ്റ് നിയമത്തിന്റെ ഗിരിപ്രഭാഷണം നടന്ന് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ വയറ്റത്ത് ചവിട്ടിയിട്ട് അവർ നിയമം പറയുന്നത്. അങ്ങനെ നിയമം നടപ്പാക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ വയറ്റത്ത് ചവിട്ടിയിട്ട് പിന്നെ തീരുമാനിക്കാം. യത്തീങ്കാൻ എന്തിനാണ് നടത്തുന്നത്? യത്തീം കുട്ടികളെ സംരക്ഷിച്ചില്ല. യത്തീങ്കാൻ നടത്താൻ ഖുർആനിൽ പറയണമെന്നില്ല. അനവ ഹാഫിൽ എത്തീം. എന്താ ഹാഫിൽ പറഞ്ഞാൽ ഗൾഫ് പോലത്തെ അറിയാം. ഹഫീൽ പറഞ്ഞാൽ എന്താ? സംരക്ഷകൻ. അത് എങ്ങനെ സംരക്ഷിക്കണം എന്നെങ്കിൽ അതിനനുസരിച്ച് സംരക്ഷിക്കണം. സ്വർഗത്തിൽ ഹാക്കത ഇതുപോലെയാണ്. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞ ദീനില്ല എന്ന് പറഞ്ഞവനാരാ? അങ്ങനെ ഒരു ദീനില്ല എന്ന് പറഞ്ഞവനല്ല. യതീമിനെ അവഗണിക്കുകയും അഗതി ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും. ഇവിടെ പ്രേരിപ്പിക്കുക മാത്രമല്ലല്ലേ, വീട്ടിൽ വരുമ്പോ ഭിക്ഷക്കാരൻ വരുമ്പോ ഒന്നുമില്ലായിരുന്നു പറഞ്ഞേക്കല്ലേ, പട്ടിനെ വിട്ട് പറഞ്ഞ കടുപ്പിച്ചും കൂടിയും ചെയ്യണം. അപ്പൊ അങ്ങനെ പ്രേരിപ്പിക്കാതിരിക്കണം. ദീനിനെ കളവാക്കിയവനാന്ന് പറഞ്ഞോണ്ടാ ഈ ദീനിൽ വിശ്വസിക്കുന്നവർ. നമ്മൾ എന്തിനാ പ്രവർത്തിക്കുന്നത്? നാളെ അള്ളാന്റെ സ്വർഗം കിട്ടാനാണ്. അതിനുള്ള പണിയെടുക്കുന്നത്. എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കാരണം. അങ്ങനെ ആരെങ്കിലും ചെയ്യേണ്ടതില്ല. ഈ കുട്ടികൾ വന്നെടുത്ത് ഇവർക്ക് തന്നെയാണ് ജോലി കൊടുക്കുന്നത്. ഇവർ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചു വന്ന, വസ്ത്രം കിട്ടുമെന്ന് വിചാരിച്ചു വന്ന, പഠനം വിചാരിച്ചതല്ല. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താ അറിയോ? ഉത്തരേന്ത്യയിലെ ഗോസായിമാരായ വലിയ കുബേരന്മാർ അവരുടെ വീട്ടുപടിക്കൽ പുഴുക്കളെപ്പോലെ അടിമവേല ചെയ്തിരുന്ന ഈ സമുദായം അവരിവിടെ വന്നിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അടയാളത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് 9 കൊല്ലായി. 9 കൊല്ലം അവിടെ പഠിച്ചവന്റെ കൂടെ 4 ആൾ വന്ന് എന്ത് കടലാസ പിന്നോന് വേണ്ട? ഇന്ത്യ രാജ്യത്ത് ജാർഖണ്ഡ് സ്റ്റേറ്റിന് പാകിസ്ഥാൻക്ക് പോലും കൊടുത്തോ? ഏത് കടലാസ വേണ്ട? ഇവന്റെ കൂടെ എന്റെ മകൻ സഞ്ചരിക്കുമ്പോ, എന്റെ അനുജൻ സഞ്ചരിക്കുമ്പോ എന്ത് കടലാസ വേണം? വേണമെങ്കിൽ സ്കൂളിൽ ചേർക്കാനുള്ള കടലാസല്ല, അത് സ്കൂളിൽ എത്തിയിട്ട് കൊണ്ടുവന്നാൽ മതി. അതാണ് റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആക്ട് 15 ദിവസം കൊണ്ടേ. എന്നിട്ട് അവിടുന്ന് ആള് വരാം, ഇവിടുന്ന് ആള് വരാം, അവിടുന്ന് ലേബർ കമ്മീഷണർ വരാം. ലേബർ കമ്മീഷണർ എന്താ
പിന്നെ വേറെ എന്തൊക്കെ ഒരുപാട് കുരുടികളുണ്ട്. എല്ലാ കുരുടികളും കണ്ണു മാറ്റി വരാൻ. ഇവരിവിടെ വരുന്നത് അങ്ങനെ ഇവിടെ വന്ന് പഠിച്ചാൽ, മുക്കം മുസ്ലിം ഓർഫനേജിൽ 3 വയസ്സിലൊരു കുട്ടി വന്നാൽ ആ കുട്ടിക്ക് അവിടുന്ന് എന്തൊക്കെ കോഴ്സ് പഠിക്കാൻ കഴിയും അതൊക്കെ കഴിയും. ഊട്ടിയിലെ ഡൂൺ സ്കൂളിൽ ഫേസ്ബുക്കിൽ ഞാൻ സാധനം കണ്ടു. വീട്ടിലെ കുട്ടികളെ ഊട്ടിയിലെ പട്ടികളെ വീട്ടിലും വളർത്തുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. ഊട്ടിയിലെ ഡൂൺ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഊട്ടിന്ന് പട്ടിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുന്ന രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ കോഴ്സുകൾ, അന്തർദേശീയ നിലവാരമുള്ള കോഴ്സുകൾ, പൈസ ചെലവില്ലാതെ ജീവിതത്തിൽ പെരിയുന്ന പെരുമഴത്ത് പോലും ഒരു സ്കൂളിന്റെ ഇറയത്ത് കയറി നിൽക്കാൻ കഴിയാത്ത ഈ പാവങ്ങൾക്ക് കിട്ടുക. ജീവിതത്തിൽ അവന് നല്ലൊരു സ്നേഹം കിട്ടുകയാണ്. മോനാജി മക്കളെ വിളിക്കാം, ബാപ്പാന്ന് പോലെ തിരിച്ചു വിളിക്കും. ജീവിതത്തിൽ മോനെന്ന് വിളിക്കാൻ അമ്മക്ക് കഴിഞ്ഞിട്ടില്ല. അവന്റെ എന്തുകൊണ്ടാരോ ആ പട്ടിണിയുടെ ദൈന്യതയിൽ എവിടെയാണ് സ്നേഹം വരിക? ലോകത്ത് ഏറ്റവും പിന്നോക്കം കിടക്കുന്ന സ്ഥലമാണത്. അവിടെ നല്ല സ്നേഹം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല ബാഗ്, നല്ല ചെരുപ്പ്, സുഖമാണ്. അപ്പൊ അനുജനെ കൊണ്ടുവരാണ്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ അല്ലേ എനിക്കുണ്ടാവില്ല, എന്റെ അനുജൻ 1000 കാത മകരെ പട്ടിണി കിടക്കാണ്. ഞാൻ സ്കൂൾ പൂട്ടിയപ്പോ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് പോയതാ. റെയിൽവേന്റെ കൺസ്ട്രക്ഷന്റെ ഇതിൽ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് പോയതാ. മടങ്ങി വരുമ്പോ കാക്കാന്റെ കൈ പിടിച്ചിട്ട് പോയ കാക്കല്ല തിരിച്ചു വരുന്നത്. കഴിഞ്ഞ ജൂണില് വന്നിറങ്ങിയപ്പോ അവിടുന്ന് പോന്നപ്പോ കറുത്ത് ഒട്ടി കരുവാളിച്ച ജ്യേഷ്ഠൻ മടങ്ങി വന്നപ്പോ അവൻ തുടുത്ത് തടിച്ച് സുന്ദരനായിട്ടുണ്ട്. എനിക്കും കിട്ടുമോ ചോറ് എന്ന് വെച്ചപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ കൊണ്ടുവന്ന് ഇവൻ ഏത് കോഴ്സും പഠിക്കാം. IAS വരെ അവിടുന്ന് കിട്ടും. മുഹമ്മദ് അലി ശിഹാബ് IAS ലഭിച്ചു. അവിടുന്ന് പഠിപ്പിച്ചിട്ട് ആ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ എല്ലാ ചെലവും കൊടുത്തിട്ട്. അപ്പൊ ഏത് കോഴ്സ് IAS ഈ എല്ലാവർക്കും അറിയാം. പിന്നെ മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല മുസ്ലിം അനാഥശാലകൾ പഠിക്കണം. ഞാൻ കണക്ക് പുറത്തുണ്ടെന്ന് പറഞ്ഞ എന്തുകൊണ്ടാരാം എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ആസാമിലേക്ക് കലാപബാധിത പ്രദേശത്തേക്ക് വസ്ത്രമായിട്ട് പോയി ഞങ്ങൾ. നിങ്ങൾക്കറിയാം PM അനീഫ് സാഹിബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ മടങ്ങി വരുമ്പോ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ട്രെയിനിൽ ഇതുപോലെ 100-500 കുട്ടികൾ കയറി. ഒക്കെ ആദിവാസി കുട്ടികളാണ്. ഓരൊപ്പം നല്ല ലോഹ ഇട്ട തിരുമേനിമാരും കന്യാസ്ത്രീകളൊക്കെ. 4 കന്യാസ്ത്രീകൾ ഞങ്ങളിരിക്കുന്ന AC കമ്പാർട്ട്മെന്റിൽ കയറി. ഞാൻ അവരായിട്ട് ലോകിയായി വർത്താനൊക്കെ പറഞ്ഞു. ഉസ്മാൻ താമർ തന്നെ അങ്ങനെ തമാശക്കൊക്കെ ചെയ്യും. 1.5 ദിവസത്തെ യാത്ര ഉണ്ടല്ലോ. അപ്പൊ അവർ പറഞ്ഞു ഇത് ആസാമിലെ ആദിവാസി മേഖലകളിൽ നിന്നുള്ള കുട്ടികളാണ്. അവരെ ഞങ്ങൾ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലൊക്കെ ഉള്ള അനാഥാലയങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ വന്ന കുട്ടികൾ ഇപ്പോ അവർ ഏത് ഗോത്ര സമൂഹത്തിലെ അംഗങ്ങളായിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ എല്ലായിടത്തും വരലുണ്ട്. എല്ലാ യത്തീംഖാനകളിലേക്കും. കേരളത്തിൽ അനാഥശാലകൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ക്രിസ്ത്യൻ സമൂഹമാണ്. പിന്നെ മുസ്ലിങ്ങളാണ്. ഹിന്ദു സമൂഹം വളരെ കുറവാണ്. ഇപ്പൊ നമുക്കറിയാം. ഞാൻ ഉദാഹരണം പറയാം. ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഒരുപാട് അമുസ്ലിം കുട്ടികൾ പറഞ്ഞു. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ അവസാനിപ്പിക്കാം. KP രാമൻ മാസ്റ്റർ കേരള നിയമസഭയിൽ ഒരുപാട് കാലം MLA ആയ, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ വൈസ് ചെയർമാനായിരുന്ന, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗമായിരിക്കെ മരണപ്പെട്ട പ്രിയപ്പെട്ട KP രാമൻ മാസ്റ്റർ 3-ാമത്തെ വയസ്സിലാണ് KP രാമൻ മാസ്റ്റർ MK ഹാജിയുടെ തിരൂരങ്ങാടിയിൽ യത്തീംഖാനെ കൊണ്ടുപോയി ചേർത്തത്. KP രാമൻ മാസ്റ്റർ അവിടെ പഠിച്ചു. അവിടുന്ന് യത്തീംഖാനയുടെ TTIയിൽ നിന്ന് TTC എടുത്തു. അവിടെ തന്നെ അധ്യാപകനായി. KP രാമൻ മാസ്റ്റർ MK ഹാജിയെ വിളിച്ചിരുന്ന ബാപ്പാനാണ്. 5.5 വയസ്സ് 6 വയസ്സുണ്ടായിരുന്ന KP രാമന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് MK ഹാജി ചൊല്ലിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ രാമൻ മാഷ് അത് ഏറ്റുചൊല്ലുമായിരുന്നു. PSC മെമ്പറായിരിക്കെ തിരൂർക്കാട്ട് KP രാമൻ മാഷക്ക് ഒരു സ്വീകരണം കൊടുത്തു. സ്വീകരണ യോഗത്തിൽ എല്ലാവരും കാത്തിക്ക. രാമൻ മാഷ തോണിക്കര ഒരു ഇടയിലൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഞാനിപ്പോ വരാന്ന് പറഞ്ഞു. അവിടെ ഒരു മൊയ്തീൻ വല്ലാക്കാന്റെ അടുത്തേക്ക് പോയതാണ്. മടങ്ങി വന്നപ്പോ MCC റഷീദ് മൗലവി ചോദിച്ചു എന്താണ്? അവരാരും ശ്രദ്ധിക്കല്ലേ, ഒരു പാവപ്പെട്ടമല്ല. ഇന്നെ 3-ാമത്തെ വയസ്സിൽ എന്റെ അമ്മ യത്തീംഖാനെ കൊണ്ടുപോയി ചേർത്തതാണ്. 6 വയസ്സായപ്പോ എന്റെ പല്ലിളകിയപ്പോ എന്നെ മടിയിലിരുത്തി എന്റെ അമ്മ പല്ല് പറിച്ചു തരുന്നത് പോലെ എന്റെ ഇളകിയ പല്ല് പറിച്ചു തന്നത് ആ മല്ലാക്കയാണ്. ആ മല്ലാക്കപ്പോ രാമമാഷ് കെലിമല്ലി കൊടുത്തിട്ടില്ല. ആ KP രാമനെ കേരളത്തിലെ പൊതുസമൂഹത്തോട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മറ്റേതൊരു സമുദായത്തിന്റെ അനാഥാലയത്തിൽ അങ്ങനെ പഠിച്ചിട്ട് വിശ്വാസവും മതവും തനിക്ക് ജൈവികമായി കിട്ടിയതിൽ നിന്ന് ഉറച്ചു വന്നിട്ടുണ്ട്. രാമൻ മാഷ് മരണപ്പെട്ടപ്പോ മണ്ണുംപിലാക്കലെ പട്ടികജാതി ശ്മശാനത്തിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ അവിടെ ഹൈന്ദവ ആചാരപ്രകാരമാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. അപ്പൊ ഇത് മതപരിവർത്തനമൊന്നല്ല. ഇതെന്താണ്? യത്തീമിനെ സംരക്ഷിക്കാനാ പറഞ്ഞത്. യത്തീമിന്റെ ജാതിയോ മതം നോക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. നാളെ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കാം.
ആ കുട്ടികൾ വന്ന എന്താണ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്ന വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരിട്ടിട്ട് നിയമം വകുപ്പൊക്കെ പറഞ്ഞിട്ട് മനുഷ്യക്കടത്താന്നൊക്കെ ഇത് ഏതായാലും കേരളീയ സമൂഹത്തിന്റെ പ്രബുദ്ധതക്കെതിരാണ്. പിന്നെ ഇത് രാജ്യദ്രോഹപരമാണെന്ന് ഞാൻ പറയാൻ കാരണം ഈ രാജ്യത്തിലൊരു വലിയ ന്യൂനപക്ഷ സമൂഹത്തെ മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ സമൂഹത്തെ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്? ഇത് നമ്മളെ രാജ്യമാണ്. ഈ ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനനും ബുദ്ധനും നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മഹത്തായ രാജ്യമാണ് എന്റെ രാജ്യം, നമ്മുടെ ഇന്ത്യ. ഈ രാജ്യത്തിന്റെ മക്കളായ അവർ ജാർഖണ്ഡുകാരല്ല, അവർ ഇന്ത്യക്കാരാണ്. ഇന്ത്യയുടെ ഇങ്ങേ തലക്കൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ഈ ഗവൺമെന്റ് പറഞ്ഞ പ്രദേശത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന നമ്മളെ കുട്ടികളാണവർ. ആ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള ജോലിക്കാരുണ്ടാണ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പറ്റും, ഞാൻ വിശദീകരിക്കല്ല. അപ്പോ ഇതിനെ ഈ രീതിയിൽ കാണാതെ മനുഷ്യത്വപരമായി കാണാൻ മനുഷ്യാവകാശ കമ്മീഷനും സാംസ്കാരിക നായകന്മാരൊക്കെ ആ രീതിയിൽ ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവണം. നമ്മുടെ കയ്യിൽ ഗുരുതരമായ തെറ്റ് വന്നു, കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ഭക്ഷണത്തിന് വേണ്ടി വന്ന ഏഴകളായ ആ പാവങ്ങളെ നമ്മൾ യഥാർത്ഥത്തിൽ കുത്തിനോവിച്ച് വേദനിപ്പിച്ചു. ആ കുഞ്ഞുങ്ങളോട് മാപ്പ് ചോദിച്ച് ഈ എടുത്ത FIR പിൻവലിക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അടുത്തത് ഈ മഹനീയ സദസ്സിന്റെ ഉദ്ഘാടനം ചെയ്തു തരാൻ വേണ്ടി അഡ്വക്കേറ്റ് യത്തീം സാഹിബിനെ സാദരം ക്ഷണിച്ചിട്ടുള്ളൂ.